സത്യത്തില് ഒരു ഇസ്ലാമിന്റെ ശരിക്കുള്ള പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ പ്രമാണം, ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാം. അതായത് ഇസ്ലാമിന്റെ പ്രമാണത്തെ നാലായിട്ട് മനസ്സിലാക്കാം. ഒന്ന് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഈ നാലും അതുപോലെ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരും ഇമാമിയങ്ങളും പറഞ്ഞ വിഷയങ്ങളും, അതുപോലെ തന്നെ കാലികമായിട്ടുള്ള ഓരോ ഇമാമിന്റെ ഫത്വകളും അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വിശ്വാസ കാര്യത്തിലാണെങ്കിലും കർമ്മകാര്യത്തിലാണെങ്കിലും ചരിത്രപരമാണെങ്കിലും ഹദീസിന്റെ വേർതിരിവുകളും റിപ്പോർട്ടർമാരുടെ യോഗ്യതകളും നോക്കിയിട്ടാണ് കാര്യം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കാലികമായിട്ടുള്ള വിഷയത്തിലും അത് ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ചുരുങ്ങിയൊരു വിവരണം. സബിത്ത് 4 പറഞ്ഞായിരുന്നു. അതിലൊന്ന് ഖുറാൻ, ഹദീസ് 2 ഞാൻ കേട്ടു, 3 4 ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ ഒന്ന് സ്ലോയിൽ പറയാം എന്താണെന്ന്. ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും. ഇജ്മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകോപനം, അംഗീകാരം, അത് മാറ്റമില്ലാത്ത വിധം എല്ലാ ഇമാമിയങ്ങളും ഒന്നിച്ചിരിക്കുന്ന വിഷയത്തെയാണ് ഇജ്മാ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് വിശ്വാസ കാര്യത്തിലും കർമ്മകാര്യത്തിലൊക്കെ അങ്ങനെയാണ്. ചില വിഷയങ്ങളിൽ കർമ്മത്തിൽ യോജിക്കണമെന്നില്ല, പക്ഷെ ഇജ്മാ ഒരു പ്രമാണം തന്നെയാണ്. 4 ഖിയാസ്, അതായത് ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായ 4 ക്ലിയർ ആയില്ല, എന്തായിരുന്നു? സ്ലോലി പറയാം. 4 ഖിയാസ്. ഖിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യമാക്കി എടുക്കുക. ഒരു വിഷയം കാലികമായിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് മുജ്തഹിദീങ്ങളായ ഇമാമിയങ്ങൾ ആ വിഷയത്തെ പറ്റിയിട്ട് ഇജ്തിഹാദ് നടത്തേണ്ട വിഷയത്തിൽ വേണ്ടി വന്നാൽ നടത്തുക. അതാണ് ഖിയാസും കൊണ്ട് അർത്ഥമാക്കുന്നത്. തുല്യമാക്കുക, ചില വിഷയങ്ങളിൽ തുല്യമാക്കുക, ചില വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന് തുല്യമായ വിധികൾ പറയുക. ഇജ്മാണ്ട് ഖിയാസ് ഇല്ല കേട്ടോ. ആ അർത്ഥത്തിൽ ഏകോപനം എന്ന വിഷയത്തിൽ ഇജ്തിഹാദില്ല, ഗവേഷണമില്ല. ഓക്കെ, അപ്പോ സാബിത്ത് പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ പ്രമാണമല്ല, പ്രമാണങ്ങൾ എന്നാക്കണം. പ്രമാണം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. പ്രമാണങ്ങൾ എന്ന് പറയുന്നത് 1 ഖുറാൻ, 2 ഹദീസ്, 3 ഇജ്മാ, 2 ഖിയാസ്. സോറി, എന്റെ പ്രൊഫസർ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഇതാണ്. അപ്പൊ ഇതില് ഈ ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് അള്ളാഹു മലക്ക് വഴി മുഹമ്മദിന് ഇറക്കി കൊടുത്തത് എന്നുള്ളത് സത്യമല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഈ ഖുറാനകത്ത് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഈ ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് എല്ലാം വിശദമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഈ ഹദീസും ഇജ്മാളും ഖിയാസും ഒക്കെ നിങ്ങൾ റെഫർ ചെയ്യണമെന്ന് ഈ ഖുറാനകത്ത് എവിടെയെങ്കിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഈ ഖുറാൻ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഹദീസ്, അത് കഴിഞ്ഞ് വരുന്ന ഹദീസ് എന്ന് പറയുന്ന റിപ്പോർട്ട് നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഇജ്മാൾ നോക്കണം, ഖിയാസ് നോക്കണം എന്ന് എവിടെയെങ്കിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് സൂറത്ത് നിസായിലെ 59 ആയത്തില് നിങ്ങൾ നബിയെ അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് ഖുർആനും, നബിയെ അനുസരിക്കുക എന്നുള്ള ഹദീസും, അതുപോലെ തന്നെ ഈ ഊലുൽ അംറിനെ അനുസരിക്കുക എന്നുള്ള ഇജ്മാഉം, മറ്റത് ഖിയാസും. നേരെ കറക്റ്റ് ആയിട്ട് പറയാം. ഖുർആൻ നോക്കി വ്യാഖ്യാനിക്കാൻ തന്നെ, അതോ ഖുർആനിലെ ആയത്ത് അറിയാനാ? അല്ല, ഖുർആനിൽ ഇപ്പം പറഞ്ഞില്ലേ, പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ റെഫറൻസ് 59 സൂറത്ത് 4-ാമത്തെ അധ്യായം 59. അല്ലല്ല, അങ്ങനെ ഖുർആൻ വെച്ചിട്ട് നേരെ വ്യാഖ്യാനിക്കുന്ന പരിപാടി ഇല്ലാട്ടാ. തഫ്സീറുകളിലാണ് വായിക്കേണ്ടത്. ഖുർആന്റെ ബാഹ്യമായ അർത്ഥം വെച്ചിട്ട് പറയരുത്. ഞാൻ സൂചന നൽകിയതാണ്. ഓക്കെ, പറ. അല്ല, ഞാൻ ചോദിച്ചത്, ഈ ഖുറാൻ എന്ന് പറയുന്നത് അള്ളാഹു ഡയറക്റ്റ് മലക്ക് വഴി ഇറക്കി കൊടുത്തതാണ്. പക്ഷെ അള്ളാഹു അതിനകത്ത് പറയുന്ന ഇതിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്, ഇത് എളുപ്പമാണ് എന്തൊക്കെ പറഞ്ഞാണ് അള്ളാഹു ഖുറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഖുറാൻ ശേഷം ഈ ഹദീസ് നിങ്ങൾ നോക്കണം എന്നോ ഇജ്മാൽ നോക്കണം എന്നോ ഖിയാസ് നിങ്ങൾ റെഫർ ചെയ്യണമെന്നോ അള്ളാഹു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അപ്പം സബിത്ത് പറഞ്ഞത് ഒബേ അള്ളാഹ് ആൻഡ് ഒബേ മുഹമ്മദ് എന്ന ഒരു വചനം മാത്രമാണ് സബിത്ത് കാണിച്ചത്. ഈ ഒബേ അള്ളാഹ് ഒബേ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുത്ത വചനം മാത്രമാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദിന്റെ കയ്യിൽ നിന്നും ഒന്നും മുഹമ്മദ് ഇട്ടിട്ടില്ല. അപ്പൊ അവിടെ ഒബേ മുഹമ്മദ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. കാരണം മുഹമ്മദ് സ്വന്തമായിട്ട് മുഹമ്മദിന്റെ ബുദ്ധിയിൽ നിന്നോ
അല്ലെങ്കിൽ മുഹമ്മദിന്റെ ആ നിലവാരത്തിൽ നിന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞതല്ലാതെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇത് മുഹമ്മദ് പറഞ്ഞതാണ്, അള്ളാഹുമായിട്ട് ബന്ധമില്ല, അള്ളാഹു പറഞ്ഞതല്ലാതെ മുഹമ്മദ് ഞങ്ങളോട് ഇത് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. അതല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞത് മുഴുവനും അത് അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ സബിത്തിന് പറയാം. അത് അവിടെ ഇജ്മാ ഞാനത് പറയാം, ആയത്ത് വെച്ചിട്ട് പറയാം, അപ്പൊ മനസ്സിലാവുമല്ലോ സോൾജിയറിന്. അതായത് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്താണ് സത്യവിശ്വാസികളെ? ആയുല്ലദീന ആമനു അത്തിഹുല്ലാഹ, അള്ളാഹുവിനെ അനുസരിക്കുക. ഇവിടെ അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ അത് ഖുർആനാണ്. ഖുർആൻ അള്ളാഹ്, അപ്പോൾ അത് സോൾജിയർ പറഞ്ഞ കറക്റ്റാണ്. ഖുർആൻ അള്ളാഹു അയച്ചെടുത്തിട്ടാണ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് പിന്നെ റസൂലിനെ അനുസരിക്കുക. അത്തിയു റസൂല, ആ റസൂലിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും റസൂലാണ്. അപ്പോൾ ആ പഠിപ്പിച്ചിട്ട് നബി ജീവിച്ച് കാണിച്ച മാതൃകേനെയാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ ഇത് വഅത്തിഉല്ലാഹ വഅത്തിഉർ റസൂല. പിന്നെ വഉലിൽ അംരി എന്ന് പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്നുള്ള കൈകർത്താക്കളെ ഉടമകളെ എന്ന് പറയുന്നത് വ്യക്തമായിട്ട്. ഇവിടെ ആ കൈകർത്താക്കൾ ഉദ്ദേശിക്കുന്ന ഇമാമിങ്ങളെയാണ്. അതാണ് ഇജ്മാ എന്ന് പറയുന്നത്. ഒരാൾ പോലും എതിർക്കാത്ത വിധം വിശ്വാസകരത്തിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് അള്ളാഹു ഏകനാണ് വിഷയത്തിൽ ഒരാൾക്കും എതിരഭിപ്രായമില്ല. ഒരു ഇമാമിനും ഒരു സഹാബിക്കോ താബീനോ എതിരഭിപ്രായമില്ല. അതാണ് ഇജ്മാ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു ആണെന്ന് ഞങ്ങൾക്ക് വേറൊരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അവരെല്ലാവരും ഇജ്മാ ഇരിക്കുന്നതാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അല്ല, സബിത്ത് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറയാമോ? കാരണം എനിക്ക് മനസ്സിലായില്ല. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വചനം എന്ന് പറയുന്നു. ഈ ഒബേ അള്ളാഹ് ഒബേ മുഹമ്മദ് എന്ന് പറയുന്നത്, ഈ അള്ളാഹുവിനെ ഞാൻ അനുസരിക്കണമെങ്കിൽ അള്ളാഹു എന്നോട് ഡയറക്റ്റ് എന്തെങ്കിലും പറയണം, അപ്പൊ എനിക്ക് അള്ളാഹുവിനെ അനുസരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ പറയുന്നു ഒബേ അള്ളാഹ് ഒബേ മുഹമ്മദ്. അപ്പൊ ഞാൻ ആരെയാണ് ശരിക്കും അനുസരിക്കേണ്ടത്? കാരണം അള്ളാഹു എന്നോടൊന്നും ഡയറക്റ്റ് പറയുന്നില്ല, എന്നോട് പറയുന്നത് മുഹമ്മദാണ്, റസൂല് പറയും. റസൂലാണ്. അപ്പൊ റസൂല് പറഞ്ഞു എന്ന് അനുചരന്മാര് പറയും. അത് അങ്ങനെ കണക്ട്. അപ്പൊ അവിടെ ചങ്ങല. പക്ഷെ അവിടെ കേട്ടു. അപ്പൊ അവിടെ പറയുന്ന ഈ വചനം അങ്ങോട്ട് കോർഡിനേറ്റ് ആവുന്നില്ല. കാരണം ഒബേ അള്ള എന്ന് പറയുമ്പോ ഞാൻ അള്ളാഹുവിനെ എങ്ങനെ അനുസരിക്കും? അല്ല, അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? അതാണ് ഖുർആൻ. അനുസരിക്കൂ പറഞ്ഞിട്ടില്ലേ? അള്ളാഹിനെ അനുസരിക്കൂ, അത് ഖുർആൻ. സാബിത്തെ ഈ ഖുർആൻ എന്ന് പറയുന്ന അത് കഴിഞ്ഞ് വന്ന വചന ഗ്രന്ഥമാണല്ലോ. അപ്പം ഈ അള്ളാഹുവിനെ ഞാൻ അനുസരിക്കണമെങ്കിൽ ഈ അള്ളാഹു, അപ്പൊ ഞാൻ മുഹമ്മദിനെ അനുസരിച്ചാ പോരെ? അതാണ് ചോദ്യം. അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യത്തിൽ, അനുസരിക്കാൻ പറഞ്ഞ കാര്യത്തിൽ അള്ളാഹുവിനെ അനുസരിക്കൂ എന്ന് പറഞ്ഞ വാചകം ഖുർആനും, കൈകർത്താക്കളെ ദൂതനെ അനുസരിക്കാൻ പറഞ്ഞത് ഹദീസും, കൈകർത്താക്കളെ അനുസരിക്കാൻ പറഞ്ഞത് ഇജ്മാവുമാണ്. സോൾജർ മനസ്സിലായോ? ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലായോ? സംശയം ചോദിക്കാം. അല്ല, ഇപ്പം പറഞ്ഞത് അള്ളാഹുവിനെ അനുസരിക്കാന്ന് പറഞ്ഞത് ഖുർആനും മുഹമ്മദിനെ അനുസരിക്കാന്ന് പറഞ്ഞ ഹദീസും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഈ ഹദീസിൽ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ അത് മുഹമ്മദ് സ്വന്തമായിട്ട് പറഞ്ഞതാണോ, അത് അള്ളാഹു മുഹമ്മദിന് പറഞ്ഞു കൊടുത്ത കാര്യമാണോ? അതൊന്ന് വ്യക്തമാക്കാം. അത് ആയിഷ റളിയല്ലാഹു പറഞ്ഞ നബിയുടെ സ്വഭാവം തനി ഖുർആനാണ്. ഖുർആനെ അനുസരിച്ചിട്ട് നബി ജീവിക്കുമ്പോൾ ആ സഹാബാക്കളെ എഴുതി വെച്ചതാണ് ഹദീസ് എന്ന് പറയുന്നത്. അത് നബിയുടെ ജീവിതം, ഖുർആൻ അനുസരിച്ചിട്ടുള്ള ജീവിതം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതങ്ങോട്ട് ചിലപ്പോ എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് പ്രശ്നമായിരിക്കും. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഈ ഹദീസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഗ്രന്ഥങ്ങള്, ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അത് മുഴുവനും ഈ അള്ളാഹു മുഹമ്മദിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണോ, അതെയോ മുഹമ്മദ് സ്വന്തമായിട്ട് സഹാബികൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണോ? അള്ളാഹു പറഞ്ഞു കൊടുത്തതാണെങ്കിൽ ഈ ഹദീസും അള്ളാഹുവിനാണല്ലോ നമ്മൾ അനുസരിക്കുന്നത്, മുഹമ്മദിനെ അല്ല. അപ്പൊ ഞാൻ മുഹമ്മദിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാത്ത കാര്യങ്ങൾ മുഹമ്മദ് പറഞ്ഞാൽ മുഹമ്മദിനെ അനുസരിക്കാം. അപ്പൊ അതല്ലാതെ അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് മുഹമ്മദ് എനിക്ക് പറഞ്ഞു തരുന്നതെങ്കിൽ, കാരണം പഴയ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് അങ്ങനെയാണ്, ഞാൻ മോശമല്ല അനുസരിക്കുന്നത്, ഞാൻ യഹോവനെയാണ്, അത് എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ അനുസരിക്കുക മുഹമ്മദിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ മുഹമ്മദ് പറഞ്ഞതായിരിക്കണം, അതായിരിക്കണം ഹദീസ്. പക്ഷേ സാബിത്ത് ഇപ്പൊ പറഞ്ഞത് അതും ഖുർആനാണ് അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞാണെന്ന് പറഞ്ഞത്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ. അത് ഹദീസ് എന്ന് പറയുന്നത് നബിയുടെ ജീവിതമാണ്. മനസ്സിലായോ? അതായത് ഖുർആൻ അനുസരിച്ച് നബി പറഞ്ഞു അള്ളാഹു നബിക്ക് കൊടുത്ത ആ ഖുർആൻ അനുസരിച്ചിട്ട് നബി ജീവിക്കുമ്പോൾ ആ ഖുർആനിലുള്ള കാര്യങ്ങളെയും
നബിയുടെ ജീവിതത്തെയും ആ നബിയായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഖുർആനിൽ ഇല്ലാത്ത കാര്യം നബി ചെയ്യൂല. അപ്പോൾ ആ എക്സ്പ്ലനേഷനാണ് ഹദീസ് എന്ന് പറയുന്നത്. അത് സഹാബികളാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹദീസ് തിരിയണമെങ്കിൽ സഹാബികൾ വേണം. അപ്പോൾ സഹാബികൾ എന്ത് ചെയ്യും? ഹദീസ് വിശദീകരിച്ചു കൊടുക്കും അതിൻ്റെ ശിഷ്യന്മാർക്ക്. അപ്പോൾ നബി ഇങ്ങനെ ജീവിച്ചു, നബിയുടെ ജീവിതം ഖുർആനാണ് എന്നൊക്കെ പറയും പോലെ. ക്ലിയർ ആയി? ഇപ്പം ഇവിടെ സോൾജർ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഖുർആൻ അള്ളാഹുവിൻ്റെ അല്ലേ, അപ്പോൾ ഖുർആൻ അനുസരിച്ചിട്ടാണോ നബി ജീവിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. പക്ഷെ ആ ജീവിതമാവുമ്പോൾ ആ ജീവിതത്തിൻ്റെ ചുറ്റുവശങ്ങൾ നബി പ്രവൃത്തി, വാക്ക്, മൗനോന്മതം, നബി ജീവിച്ച ആ പ്രവൃത്തിയെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ പേരാണ് ഹദീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? സബിത്തെ ക്ലിയർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്ലിയർ ആയിട്ടില്ല. പക്ഷേ അവിടെ ഒരു സംശയം എന്ന് പറയുന്നത്, അപ്പൊ ഈ ഹദീസ് എന്ന് പറയുന്ന ക്ലിയർ ആയിട്ട് ചോദിച്ചു, കുഴപ്പമില്ല. സോറി, ഈ ഹദീസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥങ്ങള് അത് ശരിക്കും അള്ളാഹു മുഹമ്മദിനോട് ജീവിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തതാണെന്നാണോ അത് പറയുന്നത്? കാരണം അത് ഖുറാനിൽ ഇല്ല. മുഹമ്മദെ നീ ഇതനുസരിച്ച് ജീവിക്കണം. അതൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ സംസാരിക്കാം. അപ്പൊ സംശയം ഉണ്ടാവില്ല, ഞാൻ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നേരെ സംസാരിക്കും, പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു കൊടുത്തതും, എന്നാൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് നബി ജീവിച്ച് കാണിച്ച മാതൃകയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അത് നബി ജീവിച്ച് കാണിക്കുമ്പോൾ ഓക്കെ സബിത്തെ, അതാണ് എന്റെ ചോദ്യം. ഖുർആൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ഈ ഹദീസ് എന്ന് പറയുന്നത് മുഹമ്മദ് എങ്ങനെ ജീവിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ രണ്ട് സെപ്പറേറ്റ് കാര്യങ്ങളാണോ എന്ന് പറഞ്ഞാൽ, ഹദീസ് എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ജീവിതം, മുഹമ്മദ് ഒരു പ്രവാചകൻ എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹു അവിടെ കാണിച്ചു കൊടുത്തതും, ബാക്കി ഖുർആൻ എന്ന് പറയുന്നത് ഇന്നത്തെയുള്ള മുസ്ലിം അല്ലെങ്കിൽ ഈ ഇസ്ലാം സമൂഹത്തിന്, മതത്തിന് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥവുമായിട്ടാണോ സബത് ഇപ്പൊ പറയുന്നത്? അല്ല, അതൊക്കെ സോൾജർ വ്യാഖ്യാനിക്കരുത്. സോൾജർ വരെ വ്യാഖ്യാനിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ വിശ്വാസ രീതികളെ കൊണ്ടുപോകേണ്ട രീതിയാണ് പറഞ്ഞത്. ഖുർആൻ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെയും ആ ഖുർആൻ അനുസരിച്ചിട്ട് നബി ജീവിക്കുക. അതായത് ഖുർആൻ ഇറക്കുവാണ്, ഇപ്പോൾ ഒരു ആയത്ത് ഇറങ്ങുവാണ്, ആ ആയത്ത് സഹാബികൾ നേരിട്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്. ആ ആയത്തിന് നബി എന്ത് ചെയ്യും? വിശദീകരിച്ചു കൊടുക്കും. അപ്പോൾ ആ ആയത്ത് ഇന്നമാതിരി ഇന്ന സംഭവങ്ങളൊക്കെയാണ് എന്ന് നബി പറയുമ്പോൾ ആ കാര്യം സഹാബികൾ കേൾക്കുകയും അതനുസരിച്ചിട്ട് നബിയുടെ ജീവിതം രേഖപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾജർ ചോദിക്കും, ഹദീസ് അള്ളാഹു പറഞ്ഞതാണോ? അങ്ങനെ ഹദീസുകളുണ്ട്. ഖുദ്സി ഹദീസ് എന്ന് പറയും. ഖുദ്സി ഹദീസുകൾ അള്ളാഹു നബിയോട് നേരിട്ട് പറഞ്ഞതാണ്. എന്നാൽ ഖുർആനും ഹദീസും ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അള്ളാഹു നബിയോട് നേരിട്ട് പറഞ്ഞത്, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ കലാം എന്നുള്ള നിലയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ട് വ്യത്യാസം മനസ്സിലാക്കണം. അതിലൊക്കെ നമ്മളിപ്പോൾ പോകുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ അനുസരിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. അപ്പോൾ നബിയെ അനുസരിക്കൂ എന്ന് പറയുമ്പോൾ നബി ആ ഖുർആനെ എക്സ്പ്ലനേഷൻ ചെയ്യും, അത് വിവരിക്കും, അത് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ നബിയെ അനുസരിക്കണമെങ്കിൽ നബിയെ അനുസരിച്ചാലേ അള്ളാഹിനെ അനുസരിച്ച് ആവുള്ളൂ. അപ്പോൾ നബി അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കില്ല ഏത് വിഷയത്തിലും. അങ്ങനെയാണ് എന്നെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ സോൾജറിന്? സംശയം ചോദിച്ചോ? അപ്പോ സമിതി പറഞ്ഞനുസരിച്ച് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിക്കുക. ഹദീസ് എന്ന് പറയുന്നത് പ്രവാചകന്റെ ജീവചര്യ, അപ്പൊ പ്രവാചകനെ അനുകരിക്കുക. ഓക്കെ, അപ്പൊ പ്രവാചകന്റെ ജീവചര്യയാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. അപ്പോ ഹദീസ് അനുസരിച്ച് പ്രവാചകനെ നമ്മൾ അനുകരിക്കുക, അതല്ലേ? അനുസരിക്കല്ല, അനുകരിക്കുക. ഒരുപോലെ തന്നെ അപ്പൊ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അത് നമ്മൾ അനുസരിക്കുന്നു. അതനുസരിച്ച് ജീവിച്ച പ്രവാചകനെ നമ്മൾ അനുകരിക്കുന്നു. ഇതാണ് ഹദീസും ഖുർആൻ തമ്മിലുള്ള വ്യത്യാസം. ശരിയല്ലേ? അതെ, വ്യത്യാസം. അതാ ഖുർആൻ അള്ളാഹുവിന്റെ വചനത്തിൽ അത് കലാമായിക്കൊണ്ടിരിക്കും. എന്നാൽ അത് അള്ളാഹിന്റെ റസൂൽ അത് വിശദീകരിച്ച് തരുമ്പോൾ ആ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഹദീസുകളിലൂടെയാണ്. അത് വിശദീകരിച്ച് അത് എങ്ങനെ ജീവിക്കണമെന്ന് നബി കാണിച്ചു തന്നു. അതാണ് ഹദീസ്. അത് തന്നെ. അതായത് ഖുർആൻ മനസ്സിലാവണമെങ്കിൽ ഹദീസ് വേണം, വിശദീകരിച്ചു അതിന് നബി വേണമെങ്കിൽ ഹദീസ് നിർബന്ധമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം ചില ഇസ്ലാമിക വിഭാഗങ്ങള് ഈ ഹദീസ് അംഗീകരിക്കുന്നില്ല? കാരണം ഹദീസ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് വന്നതല്ല എന്ന് പറയുന്നു. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഖുർആൻ
പഠിക്കണമെങ്കിൽ അനുസരിക്കണമെങ്കിൽ ഹദീസ് വേണം, അത് നിർബന്ധമാണ് എന്ന് താങ്കൾ പറയും. പക്ഷേ ഈ ചില വിഭാഗം സുന്നിയാണോ ഷിയാണോ എനിക്കറിയില്ല, അവർ ഹദീസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ അംഗീകരിക്കുന്ന പോലുമില്ല. കാരണം ക്ലബ് ഹൗസിൽ പലരും വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഹദീസിലെ റെഫറൻസ് കൊടുക്കുമ്പോൾ അവർ പറയും അത് ഹദീസ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ഖുറാൻ മാത്രമേ അംഗീകരിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ സബീത്ത് പറഞ്ഞ അനുസരിച്ച് ഖുറാൻ അനുസരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അംഗീകരിക്കണമെങ്കിൽ ഹദീസ് വേണം എന്നാ പറയുന്നത്. ഇത് എന്താണ് ഒരു രണ്ട് ഡിഫറൻസ് വന്നിരിക്കുന്നത് ഇവിടെ ഒന്ന് പറയാം? ഓക്കെ, പറയാം. അതായത് ഞാൻ ഈ പറഞ്ഞ നാലാലൊരു പ്രമാണം അംഗീകരിക്കണമെന്ന് ഖുർആനിൽ നിന്ന് തന്നെ തെളിവാണ്. അതിനെ എതിർത്താൽ നമുക്ക് ഒരു സംഘടനയെ അംഗീകരിക്കാൻ പറ്റില്ല. അത് ഇസ്ലാമിൻ്റെ അകത്തുനിന്നായാലും വേണ്ടില്ല, പുറത്തുനിന്നായാലും വേണ്ടില്ല. ഈ നാലാലൊരു പ്രമാണം കൊണ്ടല്ലാതെ ഒരു കാര്യം ഒരാളെടുത്താൽ അത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിന് യോജിച്ചിട്ടില്ല. ഈ ഒരു കാര്യം സകല ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട്, തഫ്സീറുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം സബീത്ത് ഖുറാനും ഹദീസും അംഗീകരിക്കുന്നു, ഖുറാൻ വിശദീകരിക്കണമെങ്കിൽ ഹദീസ് വേണം എന്ന് പറയും. അപ്പം ഈ ഹദീസ് അംഗീകരിക്കാത്തവർ മുസ്ലിംസ് അല്ല, ഇസ്ലാം അല്ല എന്നാണോ സബീത്ത് ഇപ്പൊ ഇവിടെ പറയുന്നത്? ക്ലാരിഫിക്കേഷൻ. അത് ഖുർആനെ മാത്രം വിശ്വസിക്കുന്നവര് ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് എടുക്കാൻ പറ്റില്ല, മനസ്സിലായോ? അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ല, പ്രമാണമല്ല, ഈ ഖുറാനെ മാത്രം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഇസ്ലാം അല്ല എന്നാണോ സബീത്ത് പറയുന്നത്? ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. പുള്ളി ഉദ്ദേശിക്കുന്നത് ഇപ്പം മറ്റുള്ളവര് അവര് മുസ്ലിങ്ങളല്ല എന്നാണ് ആ സുന്നികൾ വാദിക്കുന്നതെന്നാണ് പുള്ളി ചോദിക്കുന്നത്. അങ്ങനെ മറ്റവാന്തര വിഭാഗങ്ങള് അവരെടുത്തിരിക്കുന്ന പ്രമാണത്തിന്റെ രീതി വ്യത്യാസമായി, അത് ശരിയായില്ല എന്നാണ് പറയുന്നത്. അല്ല, അതല്ല സബീത്ത് പറഞ്ഞു ഇപ്പൊ ഖുറാനും ഹദീസും വേണം എന്നുള്ള നിർബന്ധമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു വിഭാഗം ഈ ഹദീസ് എന്ന് പറയുന്ന സാധനം അംഗീകരിക്കുന്നില്ല. അവര് ഖുറാൻ മാത്രം അംഗീകരിക്കുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, മുഹമ്മദിനെ അംഗീകരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷേ അവര് മുസ്ലിംസ് ആണോ അതെയോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അവർ മുസ്ലിംസ് അല്ലേ? കാരണം ഹദീസിനെ എടുക്കണമെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഖുറാനിൽ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ഹദീസിനെ എടുക്കുക. അപ്പൊ അള്ളാഹ്ക്ക് വിരുദ്ധം ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ സബീത്ത് പറയുന്നതനുസരിച്ച് അവര് മുസ്ലിംസ് അല്ല, കാരണം അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, അവർ മുസ്ലിംസ് അല്ല. തീർച്ചയായിട്ടും അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് നിഷേധിച്ച നമുക്ക് എടുക്കാൻ പറ്റില്ല അവരെ. ഓക്കെ. അപ്പൊ ഞാൻ ഒരു ഹദീസ്, ഈ സഹി ബുഖാരി ഹദീസ് സബീത്ത് വിശ്വസിക്കുന്നതാണോ, അംഗീകരിക്കുന്നതാണോ സഹി ബുഖാരി? സോൾജിയറെ, ഇസ്ലാമിന്റെ വിശ്വാസപ്രമാണമായിട്ട് ഇമാമിങ്ങൾ പറഞ്ഞ ഏതൊരു കാര്യം എടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ സഹി ബുഖാരിലെ ഒരു റെഫറൻസ് പറയാം. അത് സബീത്തിനൊന്ന് വായിച്ചിട്ട് ജസ്റ്റ് എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റും? ഹദീസിന്റെ റിവായത്ത് അത് പ്രത്യക്ഷത്തിലുള്ള വായനയാണോ, അതിന്റെ വ്യാഖ്യാനമാണോ? അല്ല, ഒരു വ്യാഖ്യാനമില്ല. ഞാൻ നമ്പർ മാത്രം. അതല്ല ഞാൻ ചോദിച്ചേ. സഹീഹ് ബുഖാരിയുടെ ഹദീസ് നേരിട്ട് വായിക്കുവാണോ ചെയ്യുന്നത്, അതോ അങ്ങനെ ഒരു പരിപാടി അതെനിക്കറിയില്ല. നമ്മൾ ഇവിടുന്ന് ഈ ക്ലബ് ഹൗസിൽ നിന്ന് കേട്ടതും sunna.com കോപ്പി ചെയ്തതുമായ ഒരു ഹദീസ് നമ്പറാണ്. ഞാനത് പറയാം, സബീത്തിനോട് പറയാം. അപ്പൊ അത് സബീത്ത് ഇവിടെ വായിച്ചിട്ട് സബീത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി. അതെന്താണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം സബീത്ത് പറഞ്ഞു ഹദീസ് എന്ന് പറയുന്നത് മുഹമ്മദ് ജീവിച്ച് കാണിച്ചെന്നാണ് സബീത്ത് പറഞ്ഞത്. അപ്പോ മുഹമ്മദ് ജീവിച്ച് കാണിക്കണമെങ്കിൽ അത് അള്ളാഹു പറഞ്ഞതായിട്ടാണല്ലോ മുഹമ്മദ് ജീവിച്ച് കാണിച്ചത്. അപ്പൊ ഈ സഹി ബുഖാരിലെ ഒരു ഹദീസ് നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയും. അത് സബീത്തിന് ഒന്ന് വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് തരാൻ പറ്റും? തീർച്ചയായിട്ടും, ഞാൻ അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും. പിന്നെ ദിറായത്തുണ്ടെങ്കിലും പറഞ്ഞുതരാം. സഹി ബുഖാരി 1237 sunna.com-ലാണ് 1237. അത് ജസ്റ്റ് ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചിട്ട് അതെന്താണ് അവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അള്ളാഹു പറയാൻ ഉദ്ദേശിച്ചതെന്ന് സബീത്തിൽ ഒന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അത് മലയാളം ആണെങ്കിൽ ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിൽ വായിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി തന്നാൽ മതി. സഹി ബുഖാരി 1237. അത് 1237. അതെ, 1237. സഹി ബുഖാരി 1237. അതായത് വ്യഭിചരിച്ചാലും നിയമവിരുദ്ധമായ ലംഘനം നടത്തിയാലും സ്വർഗത്തിൽ പോകുന്നില്ലേ, അതല്ല ഉദ്ദേശിച്ച സോൾജർ? അല്ല, അവിടെ സബീത്തെ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവിടെ ഒന്ന് വായിച്ചിട്ട് വേറെ ഒന്നും കൂട്ടിച്ചേർക്കരുത്. അവിടെ എന്താണ് മുഹമ്മദ് അവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രം പറയുന്നത്. അതാ ഞാൻ ചോദിച്ചത് ആദ്യമേ. ഈ ആയത്തിനെ ഈ റിവായത്ത്, അതായത് ഈ കൊടുത്തിരിക്കുന്ന വെച്ചിട്ടാണോ മനസ്സിലാക്കുന്നത്,
അതോ ഏതെങ്കിലും ഒരാൾ വെച്ച് സ്വന്തം വ്യാഖ്യാനിക്കുന്നതാണോ മനസ്സിലാക്കുന്നത്? അതായത് ഈ പറഞ്ഞ പദാനുപത അർത്ഥം വെച്ചിട്ടാണോ വ്യാഖ്യാനിക്കുന്നത്? പറഞ്ഞു. സോൾജിയർ അതിനെ മനസ്സിലാക്കുന്നത് ഈ കേവലം ആ കൊടുത്തിരിക്കുന്ന ആ പദങ്ങളുടെ അർത്ഥം വെച്ചിട്ടാണോ അതോ അതിന്റെ വിശദീകരണം ഇമാമികൾ പറഞ്ഞതനുസരിച്ചിട്ടാണോ? എങ്ങനെ ഇല്ല, മനസ്സിലാക്കുന്നത്? കൃത്യമാണ്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ എന്താണോ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്, ഇനി അതിനും വേറെ വിശദീകരണം വേറെ ഉണ്ടോ? ഹദീസിന് വേറെ വിശദീകരണം വേറെ ഉണ്ടോ? അപ്പൊ ഹദീസുകളെ സാബിത്ത് പറഞ്ഞത് ഈ ഒരു വിഷയം ഹദീസ് എന്ന് മാത്രമല്ല. പറയുന്ന പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി സോൾജർ ഉദ്ദേശം. അതായത് ഹദീസ് നേരിട്ട് വ്യാഖ്യാനിക്കുന്ന പരിപാടി ഇല്ല. ഹദീസ് ആയിക്കൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് ദിറായത്ത് വേണം. ദിറായത്തെ ഹദീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് കേട്ടിട്ടുണ്ടോ? വിശദീകരണം, ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന അന്ന് സംഭവിച്ചിരിക്കുന്ന ഉദ്ദേശം എന്ത് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ എന്തായാലും സോൾജറിന്റെ വിഷയം പറഞ്ഞാൽ മതി, ഞാനത് ഉത്തരം പറയാം. എന്താണ്? വ്യഭിചരിച്ചിട്ടും നിയമവിരുദ്ധം നടത്തിയിട്ടും സ്വർഗത്തിൽ പോകുന്നുള്ളതാണോ ചോദിക്കുന്നത് എന്നാണ് ചോദ്യം. ഈ ഹദീസ് എന്ന് പറയുന്നത് ഖുറാനിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ട മാതൃകയാണ് ഹദീസ്. മുഹമ്മദ് ജീവിച്ച് കാണിച്ച മാതൃകയാണെന്നാണ് സമയത്ത് പറഞ്ഞത്. അപ്പോ ഈ ഹദീസ് എന്ന് പറയുന്നത് നമ്മൾ വായിച്ചപ്പോ അവിടെ ഒരു വലിയ പ്രശ്നം അവിടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് ഖുറാനുമായിട്ട് ബന്ധമുള്ളതാണോ, ഖുറാനിലെ ഏതെങ്കിലും ആയത്തുമായിട്ട് ബന്ധമുള്ളതാണോ, അല്ലെങ്കിൽ ഈ ഹദീസ് എന്ന് ഇപ്പൊ വായിച്ച ഈ ഹദീസ് അത് അതുപോലെ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്? വേറെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അള്ളാഹു വേറെ കൊടുത്തിട്ടുണ്ടോ? അതായത് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അതായത് ഒരുത്തൻ വ്യഭിചാരവും ലൈംഗികബന്ധവും നടത്തിയിട്ട് മോഷണം നടത്തിയാലും അവൻ സ്വർഗത്തിൽ പോകുമോ, അത് നടത്താൻ വേണ്ടിയിട്ടാണോ അവൻ കൊടുത്തിട്ട് എന്നുള്ള രീതിയിലല്ലേ? എന്നല്ല, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അത് അവൻ നടത്തി എന്നുള്ളത് മനഃപൂർവ്വം അല്ലാതെ ആയാലെന്നല്ല. സ്വർഗത്തിൽ പോവാൻ അവൻ അള്ളാഹുവിനെ തൗഹീദ് അംഗീകരിച്ചാൽ മതി. പിന്നെ ആ കുറ്റത്തിന് ശിക്ഷ കിട്ടും, അതിന് ശേഷം സ്വർഗത്തിൽ പോകും. ആ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ സ്വർഗത്തിലേക്ക് ഈ കുറ്റം വെച്ച് നേരെ പോകുന്നല്ല. വിശ്വാസപരമായ കാര്യത്തിലൊരു വിഷയമാണ് ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒരാളിപ്പോൾ വിശ്വാസിയാവുകയാണ്, എന്നിട്ട് ആരെങ്കിലും അക്രമമോ കൊലപാതകം ചെയ്താൽ അവൻ്റെ കുറ്റത്തിനുള്ള ശിക്ഷയ്ക്ക് ശേഷം അവൻ സ്വർഗത്തിൽ പോകും എന്നാണ് ആ ഹദീസിൻ്റെ ദിറായത്ത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവിടെ നബി പറഞ്ഞു കൊടുത്തു, എന്താ, നിങ്ങൾ അള്ളാഹിനെ വിശ്വസിച്ചാൽ മതി, എന്നിട്ട് മോഷണവും വ്യഭിചാരവും കുറ്റപാതകം ചെയ്തിട്ട് പോയാലും വേണ്ടില്ല സ്വർഗത്തിൽ പോകും, അങ്ങനെ അർത്ഥം അവിടെ ഇല്ല. അതാണ് ഉദ്ദേശം, എനിക്ക് മനസ്സിലായി. അവിടെ ദിറായത്ത് വായിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ദൂതം വന്നപ്പോ ചോദിച്ച കാര്യങ്ങള്, നിങ്ങള് ഈ ലോകത്തിൽ എന്ത് ചെയ്താലും, വ്യഭിചാരം ചെയ്താലും മോഷണം ചെയ്താലും എന്ത് ചെയ്താലും അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്നാണ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ വ്യാഖ്യാനിച്ചതാണ്. അതായത് ഖുർആനും ഹദീസും രണ്ട് പ്രമാണങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അതിനെ ബാഹ്യമായി അതിൻ്റെ മേലെയുള്ള വചനം വെച്ച് ഞങ്ങൾ പഠിക്കാറില്ല. അതായത് ഖുർആനെ പദാനുപത അർത്ഥം വെച്ച് വായിച്ച് ഞങ്ങൾ പഠിക്കാറില്ല, അത് ഹറാം, നിഷിദ്ധമാണ്. രണ്ട് ഹദീസുകളുടെ വ്യാഖ്യാനം വെച്ച് നേരിട്ട് വായിച്ച് പഠിക്കാറില്ല. ഇത് ഞങ്ങൾ ഇമാമികൾ പഠിപ്പിച്ചതാണ്. ആ പറഞ്ഞ വാക്കുകൾക്ക് ഒരു ഫിഖ്ഹി നിയമമുണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസ നിയമം ഉണ്ടാവും. അതാണ് ഞാനിപ്പോൾ സോൾജിയറിന് പറഞ്ഞു തന്നത്. അവിടെ ഒരാൾ സ്വർഗത്തിൽ പോവാൻ അവൻ വിശ്വാസിയായ ശേഷം, ഞാൻ ആ ഹദീസിനെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. അള്ളാഹുവിൻ്റെ ദൂതം പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞേ? എൻ്റെ അനുയായികളിൽ ആരെങ്കിലും അള്ളാഹോടൊപ്പം ഒരു തരത്തിലും ആരാധിക്കാതെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ സംഭവത്തെ പറ്റി ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നിയമവിരുദ്ധമായ ലൈംഗിക വീഴ്ച, മോഷണം ഇവ നടത്തിയാലും പോകുമോ? അപ്പോൾ പറയും തീർച്ചയായിട്ടും ലൈംഗിക ബന്ധം നടത്തിയാലും മോഷണം നടത്തിയാലും പോകും, അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? എന്നാൽ അതിൻ്റെ അർത്ഥം പദാനുപത അർത്ഥം വെച്ചിട്ട് വായിച്ചാൽ ഈ മാതിരി കേണി ചെന്ന് ചാടും. അതിനെപ്പറ്റി ആ ഹദീസ് പറയാനുള്ള കാരണം ഇമാമികൾ പറഞ്ഞിരിക്കുന്നത്, അവിടെ ഒരാളുടെ വിശ്വാസപ്രകാരം അവൻ ഒരു അള്ളാഹിനെ വിശ്വസിക്കുകയാണ്, സ്വർഗത്തിൽ പോകാൻ അത് മതി. പക്ഷെ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവൻ കുറ്റം ചെയ്താൽ അതിനുള്ള ശിക്ഷ കഴിഞ്ഞ ശേഷം അവൻ സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞത്. അവിടെ ആ ഒരു ഹദീസും കൊണ്ട് മാത്രമല്ല ഈ ഇമാമിങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആ ഹദീസും വേറെ കുറേ ഹദീസുകൾ ചേർത്തിട്ട് വേണം മനസ്സിലാക്കാൻ. അതാണ് ഞാൻ ദിറായത്തെ ഹദീസ് എന്ന് പറഞ്ഞത്. ഇപ്പം സോൾജിയർ വായിച്ചത് റിവായത്തെ ഹദീസാണ്. റിവായത്തെ ഹദീസ് വെച്ച് വ്യാഖ്യാനിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. അത് ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരടുത്ത് സോൾജിയർ ചോദിച്ചോ, അവർ വ്യാഖ്യാനിച്ചു തരും. ഇസ്ലാമിൻ്റെ പ്രമാണത്തിൽ അങ്ങനെ ഒരു പ്രമാണമില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ
അക്രമപരമായ കാര്യം, ഇപ്പം അവിടെ മോഷണം, വ്യഭിചാരം, ഇത് കുറ്റകരം തന്നെയാണ് ഇസ്ലാമിൽ. കുറ്റകരം തന്നെയാണ്. ആ കുറ്റകരം ചെയ്യുന്നത് അതിനുള്ള ശിക്ഷയ്ക്ക് ശേഷം അവൻ സ്വർഗത്തിൽ പോയേക്കാം എന്ന അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്, ആ ഒരു ഹദീസ് വെച്ച് മാത്രമല്ല. അപ്പൊ സോൾജർ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ സബിത്, അപ്പോ ഇവിടെ സബിത് ഇപ്പൊ പറഞ്ഞത് ഒരു എക്സ്പ്ലനേഷൻ തന്നത് ഹദീസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കേണ്ടത് വേറെ രീതിയിലാണ്. ഇപ്പോ ഇവിടെ വായിച്ചു തന്നെ ദൂതം വന്നു പറഞ്ഞു, ഒരാള് വ്യഭിചാരം ചെയ്താലും മോഷണം ചെയ്താലും കൊലപാതകം എന്ത് തെറ്റ് ചെയ്താലും അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ, വേറെ ആരെയും കൂട്ടിച്ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ് 1237 എന്ന സഹീഹ് ബുഖാരി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സാബത്ത് ഇവിടെ പറഞ്ഞ അങ്ങനെയല്ല, അവന് തെറ്റിന് ശിക്ഷ കിട്ടും, അതിനുശേഷം സ്വർഗത്തിൽ പോകും എന്നാണ് പറയുന്നത്. അപ്പോ അവിടെ അങ്ങനെ കൂട്ടിച്ചേർക്കും. അല്ല, സാബത്ത് പറഞ്ഞത് അവന് ഒരു മിനിറ്റ് ഇപ്പൊ പുള്ളി പറയുന്നത് സാബിത്തിക്ക പറഞ്ഞു എന്നാണ്. ഇതിപ്പോ സാബിത്തിക്കയുടെ അഭിപ്രായമായിട്ടാണ് പുള്ളി കാണുന്നത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത. അല്ലല്ല, എനിക്ക് പ്രബന്ധം അറിയില്ല. ഇപ്പൊ സാബിത്ത് പറഞ്ഞാണ് ഞാൻ കേൾക്കുന്നത്, അവിടെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ സാബിത്ത് അതാ സോൾജറിനോട് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയാം, സോൾജർ ശ്രദ്ധിച്ച് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, നമ്മൾ തർക്കമൊന്നുമില്ല. ഇപ്പൊ സോൾജറിന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഹദീസിന്റെ നേരെ അർത്ഥം, ഖുർആന്റെ നേരെ അർത്ഥം വെക്കുന്ന പണി ഞങ്ങൾക്കില്ല. അതുപോലെ ഹദീസിന്റെ നേരെ അർത്ഥം വെക്കുന്ന പണി ഞങ്ങൾക്കില്ല. ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ച ഉദ്ദേശം ദിറായത്ത്, ആ ഞാൻ എപ്പോഴും പറഞ്ഞ ഇപ്പൊ സോൾജർ വായിച്ചത് റിവായത്തെ ഹദീസാണ്. ഞങ്ങൾ റിവായത്തെ ഹദീസ് വായിക്കുന്ന പരിപാടി ഞങ്ങളുടെ ഇല്ല. ആ ഹദീസും അതിനെ പറ്റിയിട്ട് ഇമാമിയങ്ങൾ പറഞ്ഞ വിശദീകരണവും എന്താണ് അവിടെ റസൂലുള്ളാഹിയും ആ പറഞ്ഞ വിഷയത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ ആയിട്ട് നിയമം എന്ത്, ആ വിഷയത്തിൽ സ്വർഗത്തിൽ പോകുമോ, അതാണ് സോൾജറിന് അറിയേണ്ടതല്ലോ. അപ്പൊ അതിന്റെ വിഷയം മാത്രം ഞാൻ അവതരിപ്പിക്കുന്നു. അല്ലാതെ ആയത്ത് വെച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. തഫ്സീറുകൾ നോക്കിയും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഹദീസിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത്, ഒരാൾ വിശ്വസിക്കാൻ സ്വർഗത്തിൽ പോവാൻ അവിടെ കാരണം പറഞ്ഞിരിക്കുന്നത് അവൻ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ കുറ്റം എന്നുള്ള നിലയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും അവൻ സ്വർഗത്തിൽ പോകും, മനസ്സിലായോ? പക്ഷെ എന്തല്ല, അതിന് കുറ്റത്തിന് ശിക്ഷ കിട്ടും. അത് വ്യക്തമായിട്ട് വേറൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വിഭജിച്ചാൽ അതിനുള്ള ശിക്ഷ അവനുണ്ട്, കുറ്റം ചെയ്താലും കൈവെട്ടിയാലും അതിനുള്ള ശിക്ഷ അതിനുണ്ട്. സമയത്ത് പറഞ്ഞതനുസരിച്ച് വ്യഭിചാരം ചെയ്താലും അവന് മോശം ചെയ്താലും അവന് കുറ്റം അല്ലെ ശിക്ഷയുണ്ട്. ആ ശിക്ഷ കഴിഞ്ഞ് അവന് സ്വർഗത്തിലെത്തിക്കും. അതാണോ സമയത്ത് പറഞ്ഞത്? ഏകദേശം മനസ്സിലായത് ആണോ? തീർച്ചയായിട്ടും ആ ഹദീസിന് വേറെ കുറെ ഹദീസുകളും ഉണ്ട്. സോൾജർ പറഞ്ഞ മാതിരി അവിടെ എല്ലാവരും വ്യഭിചരിച്ചാലും കട്ടാലും സ്വർഗത്തിലേക്ക് പോകാം എന്നല്ല അതിന്റെ അർത്ഥം. അത് ഉറപ്പാണ്, മനസ്സിലായോ? അത്രേ ഉള്ളൂ. എല്ലാവരും കക്കാം, പിടിച്ചു പറിക്കുക, അന്ന് സ്വർഗത്തിലേക്ക് പോവാം എന്നൊരു അർത്ഥം അവിടെ ഇല്ല. അങ്ങനെ ഒരു അർത്ഥം അവിടെ വെച്ച് ആ വാക്കാൽ നോക്കി വെച്ചാൽ അങ്ങനെ കാണും. ഞങ്ങളുടെ ദിറായത്തിൽ അങ്ങനെ ഇല്ല, വിശദീകരണത്തിൽ അങ്ങനെ ഇല്ല, ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. കാരണം സ്വർഗം കിട്ടാൻ അതൊന്നും ബാധകമല്ല എന്ന അർത്ഥത്തിലല്ല, കുറ്റം എന്നുള്ളത് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ നമുക്ക് ഈ ഒരു സബ്ജക്ട് ഇവിടെ നിർത്താം, കാരണം ആൾക്കാർക്ക് ബോറടിക്കുന്നു. ഇപ്പം ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്റെ ഒരു ഇതനുസരിച്ച് ഹദീസിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ അർത്ഥം അവിടെ ഇല്ല. ഇതാണ് സബ്ജക്ട് ഇപ്പൊ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ജീവചര്യയാണ്, ജീവിച്ച് കാണിച്ചതാണ്, മുഹമ്മദ് പറഞ്ഞതാണ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താലും സ്വർഗത്തിൽ പോകും എന്നാണെങ്കിലും അവിടെ അങ്ങനെ അർത്ഥമില്ല. അതിനുശേഷം വേറെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് ഈ ഹദീസിന്. അത് ആ വ്യാഖ്യാനം നമ്മൾ സ്വീകരിക്കണം. ശരിയല്ലേ? അതെ, ദിറായത്തില്ലാതെ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. പുറത്തുനിന്ന് ആർക്കും വ്യാഖ്യാനിക്കാം. ഓക്കെ. അപ്പം ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നു ഹദീസ് വ്യാഖ്യാനിക്കുന്ന വേറെ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്ന വേറെ പണ്ഡിതന്മാര്, അതൊക്കെ നമ്മൾ അന്വേഷിച്ച് പൊയ്ക്കൊണ്ടിരിക്കണം. ഓക്കെ, എനിവേ നമുക്കിത് നമ്മുടെ നിർത്താം. ഇനി നമുക്ക് നിസ്കാരത്തിലൂടെ വേണമെങ്കിൽ അജു പറഞ്ഞ പോലെ നിസ്കാരത്തിൽ വരാം. ശരിയാണോ? ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആണ്. അതിനൊക്കെ നമുക്കൊരു മാനദണ്ഡങ്ങളുണ്ട്. അത് ആര് വ്യാഖ്യാനിക്കണം എന്നൊക്കെ, ആർക്കും വ്യാഖ്യാനിക്കണം എന്ന രീതിയിലിട്ട് വിവരിച്ചു പോകുന്നത് ശരിയല്ല. അതെ. അതാണ് ഞാൻ സോൾജറിനോട് ആദ്യം പറഞ്ഞത്. ദിറായത്തെ തഫ്സീർ, ദിറായത്തെ ഇജ്മാ എന്നൊക്കെ പറഞ്ഞത് ഈ വിഷയത്തിൽ ഇമാമിങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതില്ല, നേരെ ഹദീസിലേക്ക് ഒന്ന് കയറിയുള്ള കുഴപ്പം അതാണ്. അപ്പൊ സബത്ത് പറഞ്ഞ പ്രമാണം എന്ന് പറയുന്നത് ഖുർആനാണ്, ഹദീസാണ്. അതിനുശേഷം ഇജ്മാൽ, ഖിയാസ്, അങ്ങനെ 3-4 പ്രമാണങ്ങൾ ആണ് ഇസ്ലാമിലുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോ അത് സാബത്തിന്റെ വിശ്വാസം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഹദീസും ഇജ്മാൽ ഖിയാസും അനുസരിക്കാതെ അല്ലെങ്കിൽ അംഗീകരിക്കാതെ ഖുർആൻ മാത്രം അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കുന്നവർ മുസ്ലിം ആണെന്ന് ചോദിച്ചപ്പോൾ സാബിത്ത് പറഞ്ഞു അവർ മുസ്ലിം അല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു.
അപ്പൊ ആ ഭാഗങ്ങൾ ക്ലിയർ ആയി. സോൾജർ, ഞാൻ മുസ്ലിം അല്ലാന്ന് പറഞ്ഞത് അള്ളാഹുവിനെ അനുസരിക്കാത്ത നിലയിലാണ്. ഓക്കെ. ആ ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അള്ളാഹു അതുപോലെ അനുസരിക്കാത്ത തന്നെ അല്ലല്ലോ, ആ ആണോ? അത് അതുപോലെ തന്നെ തലതിരിഞ്ഞ് പറഞ്ഞു എന്റെ അയ്യോ. അഭിപ്രായമല്ല, ഇസ്ലാമിന്റെ അഭിപ്രായമാണ്. ഓക്കെ. ആ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തതിനെ പറ്റി കൺക്ലൂഷൻ പറയുമായിരുന്നു, അതുകൊണ്ട് സോറി. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞത് ഓക്കെ. അള്ളാഹുവിനെ സാബിത്തിന്റെ അനുസരിക്കാത്തവർക്ക് അള്ളാഹുവിനെ സാബിത്തിന്റെ അനുസരിക്കാത്തവർക്ക് ഇസ്ലാം അല്ല. അഭിപ്രായമല്ല ഇമാമിങ്ങളുടെ അഭിപ്രായം. ഓക്കെ. ഇവിടെ ഞാൻ അങ്ങനെ നമ്മളാണ് പറയുന്നത്. ചർച്ച ചെയ്തത്, നമ്മളല്ലേ ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാബത്തിന്റെ അല്ല, അല്ല, ഇസ്ലാമിന്റെ അഭിപ്രായം ആ എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഇമാമിങ്ങളുടെ. ഞാൻ അതെ അതെ ഒരു അതെ അതെ ഒരു അങ്ങനെ. ഒരു അത് ക്ലിയർ തരാം. ഇപ്പം സാബിത്തൊക്കെ വന്നിട്ട് സാബിത്തൊക്കെയുടെ ഒരു ഒപ്പീനിയൻ പറയാം, അത് ഇസ്ലാമിനെ ബാധകമേ അല്ല. ഒരു ഉസ്താദ് വന്നിട്ട് ഉസ്താദിന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കില്ല. നമുക്കത് അതിനെ അംഗീകരിക്കണമെങ്കിൽ അതിന് ഇമാമിയങ്ങൾ പറയണം. അതാണ് അതിന്റെ വ്യക്തത. സാബിത്തൊക്കെ വന്നിട്ട് സാബിത്തൊക്കെയുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ അത് ഇസ്ലാമിൽ സമൂഹം എടുക്കത്തില്ല, അതിന് വില കൊടുക്കത്തില്ല. അജു ആ, അജു 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 അയ്യോ, അങ്ങനെ പറയരുത്. അപ്പൊ ഇത്രയും നേരം സംസാരിച്ചത് നാളെ ഞാൻ ചോദിക്കുമ്പോ അത് സാബിത്തിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു, ഞങ്ങൾ അംഗീകരിക്കില്ല ഇല്ല എന്ന് പറഞ്ഞ മോശമായി. ഇവിടെ സാബിത്ത് പറഞ്ഞത് അത് ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഒരു പ്രമാണത്തിൽ നിന്നാവണം. അതല്ലെങ്കിൽ ഇപ്പൊ നാളെ അജുകൂടി പറയാ, അജു സാബിത്ത് ഇന്നലെ അങ്ങനെ പറഞ്ഞാൽ അജു പറയും അത് സാബിത്തിന്റെ അഭിപ്രായമാണ്, ഞങ്ങളുടെ അഭിപ്രായം അല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലോ. അപ്പൊ ഇപ്പൊ സാബിത്ത് ഇവിടെ എന്തൊക്കെയാണോ പറഞ്ഞത് അത് ഇസ്ലാമിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളിൽ നിന്നും നിങ്ങളുടെ പഠനങ്ങളിൽ നിന്നും സാബിത്ത് പറഞ്ഞ കാര്യങ്ങളാണെന്ന് നിങ്ങൾ പറയണം. അതല്ലെങ്കിൽ അതെ പിന്നെ അത് നമ്മൾ തന്നെ ആ അത് തന്നെ സംഭവം അത് തന്നെ തന്നെ. പറഞ്ഞപ്പോ ആ, സോൾജർ തെറ്റിദ്ധരിച്ച് കേട്ടതാണ്. സംഭവം തന്നെ അതാണ്. ഞങ്ങളുടെ ആരുടെ അതുകൊണ്ട് അഭിപ്രായം ഇല്ല. അത് തന്നെ ഇസ്ലാമിന്റെ അഭിപ്രായം എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ, അത് ആ വിഷയം സാബിത്തൊക്കെ പോട്ടെ. കൂട്ടിയതെല്ലാം ഇമാമിയങ്ങളുടെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. ആ രീതിയിൽ തന്നെ കാണണം. ഓക്കെ ഓക്കെ ഓക്കെ. സാബിത്ത് ഭായ്, നിങ്ങളും സോൾജറും പാടെ ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസിനെ കുറിച്ച് എന്താണ് ഏതാന്ന് അറിയാനുള്ള ചർച്ചയുടെ ഇടയ്ക്ക് ലാസ്റ്റ് വെച്ച് സോൾജർ ചോദിച്ചത് എന്താണ്? 1237 ഹദീസ് ഒന്ന് വിവരിക്കാമോ എന്ന്. ആ ഹദീസും ഈ ഇജ്മാ ഖിയാസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവും ഇല്ല.